لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أوصيكم أولا إياي بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ പരിശുദ്ധമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നാം കൊടുത്തു തരുമാറാകട്ടെ. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വീട്ടിലേക്ക് അവന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മളോട് കൽപ്പിച്ച നമുക്ക് പഠിപ്പിച്ചു തന്ന ജീവിത മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ തന്നെ ഏറെ സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരോടും ഓർപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ കാഴ്ച വെച്ചിരിക്കുന്ന, നമുക്ക് മുന്നിൽ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും പ്രപഞ്ചനാഥൻ ഒരു ദൃഷ്ടാന്തം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നിവിടെ ഒരു വിജ്ഞാന സദസ്സ്, പഠന സദസ്സ് എന്നൊരു ആശയം നിറവേറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും മഹത്തരമായ, ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അവന്റെ ഇൽമ്, അവന്റെ ദീനിനെ, അവന്റെ വിജ്ഞാനത്തെ പഠിക്കുവാനും അവനെ അറിയുവാനും അവനോട് അടുക്കുവാനും അവനോട് മാത്രം സുജൂദ് ചെയ്യാനും നമുക്ക് അവസരം നൽകി എന്നുള്ളത് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന എല്ലാത്തിനും ഒരു ദൃഷ്ടാന്തം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പടച്ച റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്, അത്യുന്നതനാണ്. ഓരോ വക്തിലും പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും നമ്മുടെ ഓരോ നമസ്കാരത്തിലും നമ്മൾ ഉറക്കെ പറയാറുള്ളത് അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവനെന്നാണ്. അവന് കഴിയാത്തതായി യാതൊന്നുമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ധാരാളം സൃഷ്ടിപ്പുകൾ ലോകത്തുണ്ട്. ദുനിയാവിലെല്ലാം മനുഷ്യൻ ഇന്ന് കണ്ടതും അവന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തതുമായ സകലമാനതും ഒരുപാട് സൃഷ്ടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുണ്ട്. വ്യത്യസ്തമായ, വളരെ വിഭിന്നമായ പല സൃഷ്ടികളും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുണ്ട്. സസ്യങ്ങളാകട്ടെ, ജീവികളാകട്ടെ, പർവ്വതങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, ആകാശ ലോകമാകട്ടെ, നമ്മൾ ഇന്ന് കാണുന്നതിന് ഉപരി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരുപാട് സൃഷ്ടികൾ ഉണ്ടെന്ന് പറയുമ്പോൾ അല്ലാഹുവിന് എന്തും സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത്യുന്നതനാണ്. അങ്ങനെയുള്ള റബ്ബിന് മനുഷ്യന്റെ സൃഷ്ടിപ്പ് എത്തരത്തിൽ വേണമെങ്കിലും ആക്കാമായിരുന്നു. മനുഷ്യന്റെ ഉൽപ്പത്തി ഏത് തരത്തിൽ വേണമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആക്കാൻ സാധിക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്തുൽ യാസീനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന, നമുക്ക് ഏറെ പരിചിതമായ ഒരു വചനമുണ്ട്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യത്തെ സൃഷ്ടിക്കുമ്പോൾ അവന് അധികമൊന്നും ആവശ്യമില്ല. കുൻ ഫയകൂൻ, കുൻ ആവുക, അല്ലെങ്കിൽ ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു നേരം മതി അത് ഉണ്ടായി തീരാൻ. അത്രത്തോളം കഴിവുള്ള പടച്ച റബ്ബ്, എല്ലാത്തിന്റെയും രാജാതിരാജനായ റബ്ബ്, മനുഷ്യന്റെ ഉൽപ്പത്തി അവൻ എങ്ങനെ വേണമെങ്കിലും ആക്കാമായിരുന്നു. പക്ഷേ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിൽ നിന്നും ഒരു രൂപം സൃഷ്ടിച്ചു. ആ രൂപത്തിലേക്ക് റൂഹ് ഊതി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിന്, മനുഷ്യനാകുന്ന ആ രൂപത്തിന് ഒരുപാട് പദങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഒരുപാട് കലിമത്തുകൾ പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ബഖറയിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഇസ്മുകൾ പഠിപ്പിച്ചു കൊടുത്തു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആദ്യ പിതാവിലൂടെ തന്നെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ സമയത്ത് ആദം നബി അലൈഹിസ്സലാമിന് സംസാരിക്കാൻ അറിയാമായിരുന്നു. ധാരാളം പദങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം ഒരു യുവാവിനെ പോലെ ആയിരുന്നു. പിന്നീട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്നും ഹവ്വാ റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. കാലങ്ങൾക്ക് ഒരുപാട് ഇപ്പുറം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരാൺതുണയില്ലാതെ
ഒരു സ്ത്രീയിൽ നിന്ന് മാത്രം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അള്ളാഹു സൃഷ്ടിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളിൽ അവന്റെ കൽപ്പനകളിൽ എല്ലാത്തിലും ഒരു ദൃഷ്ടാന്തമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഒരാണിന്റെയോ പെണ്ണിന്റെയോ സഹായമില്ലാണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു. ഒരു പെണ്ണിന്റെ സഹായമില്ലാണ്ട് ഒരാണിൽ നിന്ന് മാത്രമായി ഹവ്വാ റളിയല്ലാഹു അൻഹയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഇനി ഒരാണിന്റെ സഹായമില്ലാണ്ട് ഒരു സ്ത്രീയിൽ നിന്ന് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ജനിപ്പിച്ചു, അഥവാ സൃഷ്ടിച്ചു. ഇങ്ങനെ എല്ലാത്തിനും കഴിവുള്ള റബ്ബ് നമ്മളാകുന്ന സാധാരണ മനുഷ്യരെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരി വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചു, എന്നിട്ട് നിങ്ങളെ വിഭാഗങ്ങളായിട്ട്, ചെറിയ വിഭാഗങ്ങളായിട്ട്, കബീലകളായിട്ട്, ഗോത്രങ്ങളായിട്ടും ഉപഗോത്രങ്ങളായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, നിങ്ങളെ പരസ്പരം വിഭാഗങ്ങളായി തിരിച്ചു വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ എല്ലാവരും ഒന്നാണ്. അവന്റെ നിറത്തിൽ വ്യത്യാസമില്ല, അവന്റെ സമ്പത്തിൽ വ്യത്യാസമില്ല. ഇങ്ങനെ എല്ലാ ഘടകങ്ങളിലും പടച്ച റബ്ബിന്റെ മുന്നിൽ മനുഷ്യൻ ഒന്നാണ്. പിന്നീട് അവരിടയിൽ അവർ പരസ്പരം പറയുന്ന വിഭാഗീയത, മനുഷ്യന്റെ ഇടയിൽ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച മതിലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ മഹത്തരമാണ്, മഹാത്ഭുതങ്ങളാണ്, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉള്ളതാണ്. അള്ളാഹു ഖുർആനിലൂടെ ഈ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന, നമുക്ക് ഇട്ട് തരുന്ന ഒരു ചിന്തയുണ്ട്. മനുഷ്യൻ അവൻ എന്നും ഒന്ന് തന്നെയാണ്, ഒരു ഇടയിൽ നിന്ന് ജനിച്ചവനാണ്. എന്തിനു വേണ്ടിയിട്ടാ? അവർക്കിടയിൽ മതിലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ബന്ധങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവർ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉണ്ടാക്കി തന്ന ബന്ധങ്ങൾ. എനിക്കൊരു കുഞ്ഞ് പിറക്കുകയാണ്, ഒരു കുഞ്ഞ് ജനിക്കുക എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമാണ്, എന്റെ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന നിമിഷമാണ്. ഡോക്ടർ എന്റെ കയ്യിലേക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ട് തരുമ്പോ അതൊരു ആൺകുഞ്ഞാണെങ്കിൽ എനിക്ക് പരാതി പറയാൻ അവകാശമില്ല, എനിക്ക് പരാതി പറയാൻ കഴിയൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകനിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഇതെന്റെ തീരുമാനമാണ്. എന്റെ കയ്യിലിരിക്കുന്ന ആൺകുഞ്ഞ് അവരൊരു ആൺകുഞ്ഞാകണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. അതിനെനിക്ക് പരാതി പറയാൻ അവകാശമില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെ ബന്ധങ്ങൾ പരിശോധിച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് എത്തിച്ചേരും. അങ്ങനെ നോക്കിയാൽ നമുക്കിടയിൽ എന്തുണ്ട്? ഒരു വലിയ ബന്ധമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ശരീരവും ആത്മാവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയിൽ 120 ദിവസത്തോളം ഒരു ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കും. അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെടുന്ന ഒരു ആത്മാവ് അവന്റെ തന്നെ അധികാരത്തിൽപ്പെടുന്ന ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവന്റെ തീരുമാനം വേണം. എന്റെ ശരീരത്തിനുള്ളിലുള്ള ആത്മാവ് അത് എന്റെ ശരീരത്തിൽ പ്രവേശിക്കണം എന്നുള്ളത് ആരുടെ തീരുമാനമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. അപ്പോ ഞാൻ ആരുടെ മകനാകണം, ആര് എന്റെ മകനാകണം, എന്റെ മകളാകണം എന്ന് തീരുമാനിക്കുന്നത് ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല. കുടുംബബന്ധത്തിന്റെ, ബന്ധങ്ങളുടെ പ്രാധാന്യം ഇസ്ലാമിൽ എന്നത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ് അതിന്റെ പ്രാധാന്യം. ഈ ബന്ധം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്, അവന്റെ ഉദ്ദേശമാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന ബന്ധങ്ങളുടെ പ്രാധാന്യം എന്നുള്ളത്. എനിക്കൊരു കുഞ്ഞ് ജനിച്ചാൽ എനിക്ക് പരാതിപ്പെടാൻ അവകാശമില്ല. കാരണം അത് ആരുടെ തീരുമാനമാണ്? എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ഞാൻ ആരുടെ മകനായി ജനിക്കണം എന്നുള്ളത് എനിക്കൊരിക്കലും പരാതി പറയാൻ കഴിയൂല. കാരണം എന്റെ മാതാപിതാക്കൾ ആരാകണം എന്നുള്ളത് എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ആ റബ്ബിന്റെ തീരുമാനങ്ങൾ അവന്റെ ഔദാര്യങ്ങൾ കൈപ്പറ്റി, അവന്റെ അനുഗ്രഹങ്ങൾ പിന്തുണച്ച് അവന് സുജൂദ് ചെയ്ത്
അവന്റെ മുന്നിൽ റുക്കൂ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ അവൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. എന്റെ മുന്നിലുള്ള ബന്ധങ്ങൾ ഏതുമാകട്ടെ, എന്റെ ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, ഇതെല്ലാം എന്റെ റബ്ബിന്റെ തീരുമാനമാണ് എന്ന തിരിച്ചറിവ് എന്നിലുണ്ടാകുമ്പോ ഞാൻ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കും. എന്റെ ഭാര്യ ഏറ്റവും മനോഹരമായ അവസ്ഥയിൽ പരിശുദ്ധ ഖുർആൻ ഇണകളെ കുറിച്ച് സംസാരിച്ചത് വസ്ത്രമെന്നാ, പുതപ്പെന്നാ പറഞ്ഞത്. എന്റെ രഹസ്യങ്ങൾ മറയ്ക്കാനുള്ളതാണ് എന്റെ ഭാര്യ. അവളുടെ രഹസ്യങ്ങൾ മറച്ചു പിടിക്കാൻ, എന്റെ കുറവുകൾ മറച്ചു പിടിക്കാനുള്ളതാണ് എന്റെ ഭാര്യ എന്ന് പറയുന്നത്. അവളുടെ കുറവുകൾ മറയ്ക്കാനുള്ളതാണ് അവളുടെ ഭർത്താവ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ ഉപയോഗിച്ച പദം പുതപ്പെന്നാണ്, തുണിയെന്നാണ്. എന്ത് മനോഹരമായ വർണ്ണനയാണ് പരിശുദ്ധ ഖുർആൻ ബന്ധങ്ങൾക്ക് വെച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹു അനുവദിച്ചതിൽ ഏറ്റവും നീചമായത്, അള്ളാഹു അനുവദിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കർമ്മം, അവൻ അനുവദിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത കർമ്മം, അത് ത്വലാഖാണെന്ന് പഠിപ്പിച്ചു തന്നു. എന്തിനു വേണ്ടിയിട്ടാ? ബന്ധങ്ങളുടെ ബലമെന്ത്, പ്രാധാന്യം എന്തെന്ന് മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ബന്ധങ്ങളുടെ പ്രാധാന്യം മനുഷ്യൻ മനസ്സിലാക്കാനാ. ദുനിയാവിലെ അവന്റെ ഭാരങ്ങൾ അവൻ ഇറക്കി വെക്കാൻ, അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവൻ ആളുകൾ വേണമെന്ന് പടച്ചവൻ അറിയാം. പടച്ചവൻ നമ്മളെ പടച്ചിട്ട് പിന്നീട് പഠിക്കാൻ നിന്നതല്ല. നമ്മളെ പടച്ച റബ്ബിനറിയാം നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുക, എന്തിലൂടെയാണ് കടന്നു പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭാര്യ തന്റെ ഭർത്താവിന് ത്വലാഖ് ചെല്ലുന്ന അവസ്ഥകളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവന് 3 അവസരങ്ങൾ നൽകി. ഒരവസരം കഴിയുമ്പോൾ അവന് മടക്കിയെടുക്കാനുള്ള അവസരമുണ്ട്. രണ്ടാമത് കഴിഞ്ഞാൽ അവന് മടക്കിയെടുക്കാൻ അവസരമുണ്ട്. മൂന്നാമത്തേത് കഴിഞ്ഞാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ വലിയൊരു മതിൽ കൊണ്ടുവെക്കൂ. വലിയൊരു ഭാരം അവർക്കിടയിൽ കൊണ്ടുവെക്കുക മൂന്നാമത്തെ ത്വലാഖിന്റെ അവസ്ഥയിലാണ്. എന്തിനെന്നറിയോ? ഇത് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഇത് നമ്മൾ മനസ്സിലാക്കാറില്ല. പുതിയ പഠനങ്ങൾ ബന്ധങ്ങളുടെ വില ഇഴകി ചേർക്കാൻ വേണ്ടിയിട്ട് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധ എന്നുള്ളതാണ്. ഒന്ന് ശ്രദ്ധയാണ്. എന്റെ കുടുംബത്തെ എനിക്കുള്ള ശ്രദ്ധ, എന്റെ മക്കളോട് എനിക്കുള്ള ശ്രദ്ധ, എന്റെ ഭാര്യയോട് എനിക്കുള്ള ശ്രദ്ധ. പലപ്പോഴും മനുഷ്യൻ ദുന്യവിയായ കാര്യങ്ങൾക്ക് പിന്നിലോടുമ്പോ അവന്റെ ഓട്ടത്തിനിടയിൽ അവന് കുടുംബങ്ങളെ പരിഗണിക്കാൻ അവസരം കിട്ടാറില്ല, അവൻ ശ്രദ്ധിക്കാറില്ല. ഇത് ഉണ്ടാക്കി വെക്കുന്ന ഭവിഷ്യത്ത് ചെറുതൊന്നുമല്ല എന്ന് ഇന്നത്തെ സമകാലികമായ അവസ്ഥകൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഒരു കുട്ടി, ഒരു അധ്യാപകൻ തന്റെ ഒരു അനുഭവം എഴുതുന്നുണ്ട്. തന്റെ വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ ഒരു അവസരം കൊടുത്തു. നിങ്ങൾ എന്താകാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊന്ന് എഴുതി തരാമോ? എല്ലാ കുട്ടികളും വിഭിന്നമായ ആശയങ്ങൾ എഴുതി. എനിക്ക് ഡോക്ടർ ആകണം, പോലീസ് ആകണം, വക്കീലാകണം, പലതരത്തിലുള്ള മറുപടികൾ അവർ എഴുതിയപ്പോ ഒരു കൊച്ചുകുട്ടി എഴുതി, എനിക്കൊരു ടെലിവിഷൻ ആകണം എന്നാണ് ആഗ്രഹം. അധ്യാപകന് വല്ലാത്ത ആശ്ചര്യം തോന്നി. ആ കുഞ്ഞിനെ തന്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് അധ്യാപകൻ അവനോട് ചോദിച്ചു, എന്തിനാണ് ടെലിവിഷൻ എന്ന് എഴുതിയത്? അവൻ പറഞ്ഞു, എന്റെ ഉപ്പയും ഉമ്മയും ഡോക്ടർമാരാണ്, അവർ വലിയ ഉദ്യോഗസ്ഥരാണ്, അവരിങ്ങനെ അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് പോകും. രാത്രി ആയി കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് മടങ്ങി വരും. എന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നാൽ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ശ്രദ്ധിക്കുന്ന ഒരേ ഒരു സാധനം ടെലിവിഷനാണ്. അതുകൊണ്ട് ഞാനൊരു ടെലിവിഷൻ ആയിരുന്നെങ്കിൽ എന്നെ അവർ ശ്രദ്ധിക്കുമായിരുന്നല്ലോ, എന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവർ ഉണ്ടാകുമായിരുന്നല്ലോ. ഒരു കൊച്ചു കുട്ടിയുടെ ഉള്ളിൽ ഇത്തരം ആശയങ്ങൾ കൊണ്ടിട്ട് കൊടുക്കുന്നതാരാ? പലപ്പോഴും ദുനിയാവ് വേണ്ട എന്ന് ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല. ദുനിയാവിന്റെ പ്രാധാന്യം നിങ്ങൾ അറിയണ്ട എന്നൊരിക്കലും ഇസ്ലാം പറയുന്നില്ല. ദുനിയാവിനെ നിങ്ങൾ അറിയണം. ഇതിനു വേണ്ടിയിട്ടാ ആഖിറത്തിന്റെ വാല്യൂ എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദുനിയാവിനെ നിങ്ങൾ പഠന വിധേയമാക്കണം. നിങ്ങൾ മനസ്സിലാക്കണം ദുനിയാവിനെ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അയച്ചിരിക്കുന്നത് അവനെ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ടും അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് 2 കാര്യങ്ങളിലൂടെ. ഒന്ന്, അവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ, അവന്റെ ബാധ്യതകൾ, കടമകൾ. 2, അവന്റെ മേൽ നിർവഹിക്കപ്പെടേണ്ട ഉത്തരവാദിത്തങ്ങൾ, ബാധ്യതകൾ, കടമകൾ. ഈ 2 രീതിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പരീക്ഷിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പ്രവാചകന്റെ അടുക്കിലേക്ക് കരഞ്ഞുകൊണ്ട് കയറി വരുന്നുണ്ട്. പ്രവാചകൻ ചോദിച്ചു, എന്താണ് ഉമറേ അങ്ങയുടെ വിഷമം, എന്താണ് പ്രയാസം? ഉമർ
ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല വല്ലാണ്ട് പൊട്ടിക്കരയുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ മക്കളെ കുറിച്ച്, മാതാപിതാക്കളോടുള്ള പ്രാർത്ഥനകളെ കുറിച്ചുള്ള വചനങ്ങൾ വായിച്ചിട്ട് ഉമറിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊലിക്കുന്നുണ്ട്. ഉമർ ഖുർആൻ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആൻ എന്ത് ശൈലിയിലാണോ അവതരിച്ചത് ആ ശൈലിയുടെ ആ ആശയം ഉൾക്കൊണ്ടിട്ടാണ് ഉമർ ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല പ്രവാചകന്റെ അടുക്കൽ തന്റെ സങ്കടം ബോധിപ്പിക്കുകയുണ്ടായി. എന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു തെറ്റ്, ആ തെറ്റിന് എന്റെ റബ്ബ് എന്നോട് പൊറുത്തു തരുമോ നബി എന്നായിരുന്നു ഉമറിന്റെ ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യം ആരാഞ്ഞപ്പോ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല തനിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചപ്പോ ആ കുഞ്ഞിനെ കൊല്ലാനിടയായി. ഇത് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു വല്ലാണ്ട് കരയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാണ്ട് സമാശ്വസിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നും, ഈ ഒരു അവസ്ഥയിൽ നിന്നും മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകൾ, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ, ഇത് യാതൊന്നും ഇല്ലാണ്ട് മനുഷ്യർ തമ്മിലടിച്ച് നിസ്സാര കാര്യങ്ങൾക്ക് യുദ്ധം ചെയ്ത് മാത്രം കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലൂടെ അവരെ സംസ്കരിച്ചു കൊണ്ടുവന്ന ഒരു സംസ്കാരമുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സംസ്കാരമുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകൾ ഇത് പഠിപ്പിച്ചു തരുന്നുണ്ട്, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. പെൺകുഞ്ഞ് ജനിച്ചാൽ അതൊരു അപമാനമാണ്, ആ കുഞ്ഞിനെ വധിച്ചു കളയണം എന്ന് പറഞ്ഞിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്നും, എന്തൊരു ചിന്താഗതിയിൽ നിന്നും, നിനക്കൊരു പെൺകുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിനെ നീ സ്വാലിഹത്തായി വളർത്തി അവളുടെ നിക്കാഹ് കഴിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ ഒരു പിതാവിനും സ്വർഗത്തിനും ഇടയിൽ ഉണ്ടാകുന്ന ഒരേ ഒരു മതിൽക്കെട്ട്, ഒരേ ഒരു മറ മരണം മാത്രമാണെന്ന് പഠിപ്പിച്ചു തന്നു ഈ പ്രവാചകൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ വലിയ പാഠങ്ങൾ, ബന്ധങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ ഇക്കാര്യത്തിൽ പലപ്പോഴും അശ്രദ്ധനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വർഷം തുടങ്ങിയിട്ട് ഇത് 11ാം മാസമാണ്. ഈ 11 മാസത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് 2 ലക്ഷത്തിലധികം വരുന്ന ജുവനൈൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1,89,000 അതിന്റെ കണക്ക്. അതിൽ കൊള്ളയടിക്കുക അല്ലെങ്കിൽ കളവ് നടത്തുക എന്ന കുറ്റകൃത്യം ഉണ്ടായിരിക്കുന്നത് വെറും 30,000. ബാക്കി അത്രയും ഉണ്ടായത് ഡ്രഗ്സ് പോലും പോസ്കോ പോലുള്ള കുറ്റങ്ങളുമാണ്, ലൈംഗികമായി കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ്. ഇത് ഉണ്ടാകുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അറ്റൻഷൻ, ശ്രദ്ധ കുട്ടികളിൽ, കുടുംബത്തിന്റെ ഇല്ലാതാകുമ്പോഴാണ്. മനുഷ്യൻ ദുനിയാവിന് വേണ്ടി ഓടിക്കോ, പക്ഷെ അവന്റെ കുടുംബത്തിനെ കുറിച്ച് അവന് ശ്രദ്ധ ഉണ്ടാകണം. അവന്റെ കുടുംബത്തിനെ കുറിച്ച് അവന് ബോധ്യമുണ്ടാകണം. എന്റെ മക്കൾ എന്താണ് പഠിക്കുന്നത്, അവരുടെ ചുറ്റുപാട് എന്താണ്, അവരുടെ അവസ്ഥ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ മനുഷ്യൻ അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. ആധുനിക പഠനങ്ങൾ പറയുന്നത് അറ്റൻഷൻ, അഫെക്ഷൻ, അപ്രീസിയേഷൻ, ഈ 3 കാര്യങ്ങൾ ഒരു കുടുംബത്തെ ഏറ്റവും നല്ലതാക്കണമെന്നാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ വീക്ഷണത്തിലൂടെ ശ്രദ്ധിച്ചാലും ഒരു കുടുംബത്തെ മഹനീയമാക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. 1 ശ്രദ്ധ, 2 അഫെക്ഷൻ, സ്നേഹം. ഇത് പലപ്പോഴും മനുഷ്യൻ വാക്കുകൾ ചുരുക്കുന്നതല്ലാണ്ട് പ്രകടിപ്പിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ അവിടെ ഈ ദുനിയാവിന്റെ വലിയ കാരണങ്ങൾ പറയാനുണ്ടാകും. അവന്റെ ജീവിതത്തിൽ അവന്റെ മാതാപിതാക്കളെ അവൻ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറം അവർ പലപ്പോഴും ഈ സ്നേഹം പ്രകടിപ്പിക്കാറില്ല. ഇതിന്റെ ഫലം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയരുന്നതിന് കൂടുതൽ ഏതാണ്ട് 2 മില്യണിൽ പരമാണ് ഒരു വർഷം ലോകത്ത് വൃദ്ധസദനങ്ങളും അഗതി മന്ദിരങ്ങളും കൂടി വരിക. മാതാപിതാക്കൾക്ക് മക്കളോട് ഈ പറഞ്ഞ അഫെക്ഷൻ, ഒരു സ്നേഹം, കടപ്പാട് ഇതില്ലാണ്ട് വരുന്ന ഒരവസ്ഥ. ഞാൻ എന്റെ കാര്യം നോക്കിയാൽ പോരെ, എന്തിന് ഞാൻ എന്റെ സ്വാതന്ത്ര്യം മാത്രം ചിന്തിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ലിബറലിസം എന്ന പേരിൽ ഉണ്ടാകുന്ന പുതിയ തലമുറയിൽ ഉണ്ടാകുന്ന വലിയൊരു വിഷവിത്ത് ഇതുമൂലം വളർന്നു വലുതാകുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാൻ ഇടയാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതുപോലെ മറ്റൊരു വേദഗ്രന്ഥത്തിലോ വിശ്വാസത്തിലോ പറയാൻ സാധിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. വഹ്ദുൽ ലഹ്മ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നിന്റെ മാതാപിതാക്കൾക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്ക്, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ ചെറുപ്പത്തിൽ അവർ നിന്നെ എപ്രകാരം നോക്കിയോ അതുപോലെ അവരോട് നീ കാരുണ്യം കാണിക്കണമേ നാഥ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈ അർത്ഥം നമ്മൾ പറയുമ്പോൾ, പരിശുദ്ധ ഖുർആനിലെ ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലെ ഓരോ വാക്കുകളും
ഓരോ അർത്ഥങ്ങളും ക്രമീകരിച്ചിരിക്കുന്നതിന്റെ രീതി അത്യുന്നതമാണ്, മനോഹരമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നീ ആദ്യം നിന്റെ ചെറുകൾ താഴ്ത്തി കൊടുക്കുക. നിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം നീ ബലം കാണൂല. നിനക്ക് പ്രാർത്ഥന കൊണ്ട് ഇമാം എല്ലാ ജുമാഅയ്ക്കും ദുആ ചെയ്യാറുണ്ട്, ഞാൻ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാറുണ്ട്. ഫലം കാണൂല. ആദ്യം നീ ചെയ്യേണ്ടത് നീ പ്രവർത്തിക്കണം. എന്ത് ചെയ്യണം? നീ ആദ്യം പ്രവർത്തിക്കണം. നിന്റെ ചിറകുകളെ താഴ്ത്തി കൊടുക്കണം. പറഞ്ഞത് എന്നിട്ട് നീ പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥനയിൽ ആദ്യം ഉൾപ്പെടുത്തിയല്ല, പ്രാർത്ഥന മാത്രമാക്കുകയല്ല, നീ ആദ്യം പ്രവർത്തിക്കണം. അവരെ കാരുണ്യത്തോടുകൂടി അവരോട് വർത്തിക്കണം. ചെറിയ പ്രായത്തിൽ മദ്രസകൾ മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് നമ്മുടെ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുക, അവരോട് സ്നേഹത്തോടെ പെരുമാറുക, അവരെ ചേർത്ത് പിടിക്കുക എന്നൊക്കെ ഉള്ളത്. പലപ്പോഴും ഇതിനൊന്നും വളർന്നു കഴിയുമ്പോ മക്കൾക്ക് സമയം ഉണ്ടാകാറില്ല, ശ്രദ്ധിക്കാറില്ല, അശ്രദ്ധരായി പോകാറുണ്ട്. ദുനിയാവിന്റെ ആവശ്യങ്ങൾ വേണ്ടാന്ന് ഒരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇത് പലപ്പോഴും കുട്ടികളിൽ ഉണ്ടാക്കുന്നത് വലിയ തരത്തിലുള്ള അപകർഷതാബോധവും ഈ ദീനിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളുമാണ്. എന്റെ മകൻ അവൻ എന്ത് പഠിക്കണം, എങ്ങനെയാകണം, അവൻ എന്ത് പ്രവർത്തിക്കണം എന്നത് തീരുമാനിക്കാൻ ഞാൻ അർഹനല്ല. അതെന്റെ റബ്ബിന്റെ തീരുമാനമാണ്. പക്ഷെ ആ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്ന ചില കടമകളുണ്ട്. എന്റെ മക്കളെ ദീനിയായി പഠിപ്പിക്കാൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, ഇത്തരം കാര്യങ്ങൾ എന്റെ മേൽ ബാധ്യതപ്പെടുത്തിയത്, കടമപ്പെടുത്തിയത് എന്റെ റബ്ബ. ഇത് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അവർ മനസ്സിലാക്കണം എന്താണ് ഒരു ഉപ്പയുടെ വില. ഒരു ഉപ്പയുടെ വില അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത് വഹ്നൻ അലാ വഹ്നൻ അല്ലേ, പ്രയാസത്തിന്മേൽ പ്രയാസം, മരണവേദനയോട് തുല്യമായതെന്ന് നമ്മൾ പറയാറുണ്ട്. ശരീരത്തിലെ മുഴുവൻ അസ്ഥികളും ഒടിഞ്ഞു പോകുന്ന വിധത്തിൽ ഒരു മനുഷ്യൻ പ്രയാസം അനുഭവിക്കുകയാണ്, സങ്കടം, വല്ലാത്ത വേദന സഹിക്കവയ്യാതെ ആ വിഭ്രാന്തിയിൽ ഒരു കുഞ്ഞിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉമ്മയിലൂടെ പുതിയൊരു ജീവിതം നൽകുകയാണ്, ജീവൻ നൽകുകയാണ്. അതുവരെയും ആ ഉമ്മയുടെ വയറ്റിലായിരുന്നു അവന്റെ ലോകം. ആ വയറിനുള്ളിൽ അവിടായിരുന്നു അവന്റെ ഹോട്ടലോ, അവന്റെ ഡൈനിങ് റൂമും ബാത്റൂമും എല്ലാം വയറിനുള്ളിലായിരുന്നു. അവന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലഭമായിട്ട് ആ വയറിനുള്ളിൽ നടത്തി തന്നു. ദുനിയാവിലേക്ക് വന്നു കഴിയുമ്പോ ആ വയറിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് പലപ്പോഴും ഇല്ലാണ്ടാവുക. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഒരു വാക്ക് പോലും നിങ്ങൾ പറയരുതെന്ന് പറഞ്ഞു. അത്ര പ്രാധാന്യം കൊടുത്ത് പറഞ്ഞവരോട് പലപ്പോഴും ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയാറുള്ളത് വളരെ മോശമായ അവസ്ഥയിലാണ്, വളരെ മോശമായ വാക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കൽപ്പനകളെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാണ്ട്, അവർക്ക് പുറത്തു കൊടുക്കാണ്ട്, പ്രായാധിക്യത്തിലേക്ക് എത്തുമ്പോ മാതാപിതാക്കൾ വല്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകും. അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവർക്ക് ആ സ്ഥാനത്ത് അവർക്ക് പരിഗണന കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പടച്ചവൻ നമുക്ക് പരിഗണന നൽകുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ദുനിയാവിൽ എല്ലാവരുടെ മുന്നിലും ഞാൻ വലിയ മനുഷ്യനാണ്, ഞാൻ നമസ്കരിക്കാറുണ്ട്, സക്കാത്ത് കൊടുക്കാറുണ്ട്, സ്വതക്ക കൊടുക്കാറുണ്ട്, ഹജ്ജ് ചെയ്തവനാണ്, ഉംറ ചെയ്തവനാണ്, എന്ത് ചെയ്തെന്നിരിക്കട്ടെ, എന്റെ വീട്ടിൽ എന്റെ ഉപ്പയും ഉമ്മയും, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്നോട് പടച്ച റബ്ബ് അവന്റെ ഇഷ്ടപ്രകാരം, അവന്റെ കൽപ്പന പ്രകാരം, അവന്റെ തീരുമാനം അനുസരിച്ച് ചേർത്ത് വെച്ച ഇത്രയും മനോഹരമായ എന്റെ ലോകം, അതിൽ ഞാൻ മോശക്കാരനാണെങ്കിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ ഞാൻ അതിന് കണക്ക് പറയേണ്ടി വരില്ലേ? ദുനിയാവിൽ നിങ്ങൾക്ക് കൽപ്പിച്ചു തന്ന കർമ്മങ്ങളുടെ പേരിൽ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പടച്ചവൻ നമ്മളോട് ചേർത്ത് തന്ന ബന്ധങ്ങളുടെ പേരിലോ അവിടെ നമുക്ക് കണക്ക് പറയണം. എന്റെ സഹോദരൻ ആരാണെന്നുള്ളത് എന്റെ തീരുമാനമല്ല, എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ഞാൻ ആരുടെ മകനാണെന്നുള്ളത് എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. എന്റെ മക്കൾ ആരാകണം എന്നുള്ളത് എന്റെ റബ്ബിന്റെ തീരുമാനമാണ്. ആ തീരുമാനങ്ങളെ മാനിക്കാത്തിടത്തോളം ഒരിക്കലും ഒരു കുടുംബം പൂർണ്ണമാവുകയില്ല. ആദ്യം ഒരു കുടുംബം ഏറ്റവും മനോഹരമാകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ബോധം ആ കുടുംബത്തിൽ നിറയുമ്പോഴാണ്. പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്ത ആ കുടുംബത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പോലും കൃത്യമായി വരുമ്പോഴാണ് ആ കുടുംബ ജീവിതം ഏറ്റവും മനോഹരമായി തീരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്ന കൽപ്പനയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറയുന്ന വാക്കുകളും അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തോട് പറയുന്ന വാക്കുകളുണ്ട്.
സഅദ് നീ ഇതിൽ നിന്നും പിന്തിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഉമ്മ ഒരിക്കലും ഒരു പാനീയം ഒരു വറ്റ ആഹാരം പോലും കഴിക്കുകയില്ല. ഈ അവസ്ഥയിൽ ഈ ഉമ്മ മരണപ്പെടുമെന്ന് പറയുമ്പോ സഅദ് റളിയല്ലാഹു തആല ഒരു വല്ലാത്ത സങ്കടമുണ്ടായി. പ്രവാചകന്റെ അടുക്കലേക്ക് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ പ്രയാസം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വചനങ്ങൾ ഇറക്കി. ഒരിക്കലും ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രം നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല, എന്നാലും നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറണം. അള്ളാഹു അല്ലാത്ത ആരെങ്കിലും സുജൂദ് ചെയ്യാൻ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ, പടച്ചവന്റെ ദീനിൽ പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് കൽപ്പിച്ചാൽ ആ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവ് ആസർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന, ആ വിഗ്രഹങ്ങൾ കച്ചവടം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാന്യമായ നിലയിൽ തന്റെ പിതാവിനോട് പറഞ്ഞു, ഇതൊരിക്കലും ശരിയല്ല വാപ്പ, ഇതൊരിക്കലും ശരിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അങ്ങയെ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ സുജൂദ് ചെയ്യാൻ അർഹനായവൻ ആ റബ്ബ് മാത്രമാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാന്യമായ നിലയിൽ തന്റെ പിതാവിനോട് പറഞ്ഞു. ആരായിരിക്കട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രവാചകനോട് പറഞ്ഞത് മാതൃകയാക്കാനാ. അള്ളാഹുവിന്റെ റസൂലിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് മാതൃകയാക്കാനാ. തന്റെ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറിയതിന്റെ പേരിൽ കുടുംബ ബന്ധങ്ങളിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക തെറ്റിദ്ധാരണകളുടെ പേരിലാണ്. ഏറ്റവും മനോഹരമായ കുടുംബ ബന്ധങ്ങൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നതും ഇന്നത്തെ പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതും പഠിപ്പിക്കുന്നതും പരസ്പരം കമ്മ്യൂണിക്കേഷനിൽ നിന്ന് വേണമെന്നാണ്. എന്റെ മക്കളോട് ഞാൻ സംസാരിക്കുന്നത് പലപ്പോഴും ഉപ്പമാരും ആൺമക്കളും തമ്മിൽ സംസാരിക്കുന്നത് വ്യത്യസ്തമായ ഒരു നിലയിലും, പെൺമക്കൾക്ക് ഉപ്പമാരും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതി കാണാറുണ്ട്. ഉമ്മമാര് നേരെ ഓപ്പോസിറ്റാ. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെന്ന് പറയുന്നത് ഉമ്മാനോടാ. എനിക്കൊരു 100 രൂപ ആവശ്യം, ഉമ്മാനോടൊന്ന് പറയണം. ആ സ്വാതന്ത്ര്യം ഉപ്പാനോട് ഡയറക്റ്റ് പറയാൻ പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്കിടയിൽ ഉണ്ടാകാവുന്ന കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമാണ്. ഇവർ പരസ്പരം സംസാരിക്കാത്തതിന്റെ പ്രശ്നമാണ്. എനിക്കൊരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു സങ്കടം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു മകൾക്ക് അല്ലെങ്കിൽ മകന് ആദ്യം തോന്നണം, എന്റെ ഏറ്റവും നല്ല സുഹൃത്ത്, എനിക്ക് ഉറക്കെ പറയാൻ കഴിയും, എന്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്റെ ഉമ്മയാണ്. എനിക്കൊരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഉപ്പാനോടോ ഉമ്മാനോടോ പറഞ്ഞാൽ മതി. അതിനപ്പുറം എനിക്ക് വലിയ സൗഹൃദ ബന്ധങ്ങളൊന്നും ദുനിയാവിലില്ല. ഞാൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്നതിനും എത്രയോ മുന്നേ ഞാൻ എന്റെ ഉമ്മാന്റെ ഉദരത്തിൽ ഉണ്ടെന്ന് അറിയുന്ന ആ നിമിഷം മുതൽ ആ മനുഷ്യൻ എനിക്ക് വേണ്ടിയിട്ട് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയതാ. എന്നെ ആ മനുഷ്യന്റെ മനസ്സിനോട് ചേർത്ത് പിടിക്കാൻ തുടങ്ങിയതാ. എന്റെ ദുനിയാവിലെ ഏറ്റവും നല്ല സുഹൃത്ത് എന്റെ ഉപ്പയാണ്. എനിക്കൊരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഓടിച്ചെല്ലാൻ, എന്നെ ചേർത്ത് പിടിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് എന്റെ ഉപ്പയാണെന്ന് ഓരോ മക്കളുടെ ഉള്ളിലും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവരോട് അത്തരത്തിൽ വർദ്ധിക്കാൻ നമ്മൾ ശ്രമിക്കണം. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞോ, അവരുടെ ഉള്ളിൽ ഒരു പ്രയാസമുണ്ടോ, അവനെ ചേർത്ത് പിടിക്കാൻ, അവരെ കേൾക്കാൻ, അവരുടെ സങ്കടങ്ങൾ അറിയാൻ ഓരോ ഉപ്പമാരും ശ്രദ്ധിക്കണം. മക്കൾ തിരിച്ച് ഉപ്പമാരോടും അവർ പല കാര്യങ്ങളും പറയും. പ്രായം ചെല്ലുമ്പോൾ അവർക്ക് പല കാർക്കശ്യങ്ങളും ഉണ്ടാകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുന്നുണ്ട്. സൗദ റളിയല്ലാഹു തആല അൻഹയുമായി പ്രവാചകന്റെ മുന്നിൽ വെച്ച് ഉറക്കെ സംസാരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇത് കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇത് കണ്ടുകൊണ്ട് പ്രവാചകനെ കൂട്ടി പള്ളിയിലേക്ക് പോകും. സഹീഹുൽ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഈ വഴക്ക് കണ്ടുകൊണ്ട് പള്ളിയിലേക്ക് പോകും പ്രവാചകനെ കൂട്ടി.